Hi friends, welcome back to my channel. BSF HCM and ASA പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികൾക്കും അവരുടെ ഫിസിക്കൽ ഡേറ്റ് ലഭിച്ചു കാണും. ഫിസിക്കൽ ഡേറ്റ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും, അതായത് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് BSF HCM and ASAയുടെ വേക്കൻസി ഇൻക്രീസ് ആയതിന്റെ ഫുൾ അപ്ഡേറ്റ്സ് ആണ്. കുട്ടികളെ നിങ്ങളുടെ വേക്കൻസി ഇൻക്രീസ് ആയിരിക്കുകയാണ്, അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, അതായത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചല്ലോ, ആ അഡ്മിറ്റ് കാർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഓരോ പ്രോസസ്സുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. PST എന്താണ്, PET എന്താണ്, മെഡിക്കൽ എന്താണ്, എക്സാം എന്താണ്, ട്രേഡ് ടെസ്റ്റ് എന്താണ്, അത് ഏതൊക്കെ സ്റ്റേജിലാണ് നടക്കാൻ പോകുന്നത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു BSF HCM and ASA പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത കൂടുതലും കുട്ടികളും ബിഗിനേഴ്സ് ആണ്. അവർക്കൊന്നും തന്നെ അറിഞ്ഞുകൂടെ എന്താണ് PET, PST, അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് എന്താണെന്നൊക്കെ, എന്താണ് സെലക്ഷൻ പ്രോസസ്സ് അതുപോലും അറിഞ്ഞുകൂടെ മിക്ക കുട്ടികൾക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്തെ വേക്കൻസി അപ്ഡേറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് ASA, അതായത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറിന്റെ ടോട്ടൽ വേക്കൻസിയും അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ HCM പോസ്റ്റിലേക്കുള്ള ടോട്ടൽ വേക്കൻസി അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം ലേറ്റസ്റ്റ് വന്ന ഒഫീഷ്യൽ അപ്ഡേറ്റ് അനുസരിച്ച് ഏതൊക്കെ ഫോഴ്സിലേക്കാണ് വേക്കൻസി ഇൻക്രീസ് ആയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച്. എല്ലാ ഫോഴ്സിലേക്കും വേക്കൻസി ഇൻക്രീസ് ആയിട്ടില്ല. ASAയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ BSF എന്നൊരു ഫോഴ്സിലേക്ക് മാത്രമാണ് വേക്കൻസി ഇൻക്രീസ് ആയിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 17 ആയിരുന്നു വേക്കൻസി, പക്ഷേ ഇപ്പോൾ 32 ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിനെ നോക്കാം, അതായത് HCM പോസ്റ്റിലേക്കുള്ള വേക്കൻസി ഏതൊക്കെ ഫോഴ്സിലേക്കാണ് ഇൻക്രീസ് ആയിരിക്കും നമുക്ക് നോക്കാം. ഇവിടെയും എല്ലാ ഫോഴ്സിലേക്കും വേക്കൻസി ഇൻക്രീസ് ആയിട്ടില്ല, ചില ഫോഴ്സിലേക്ക് മാത്രമാണ് വേക്കൻസി ഇൻക്രീസ് ആയിരിക്കുന്നത്. നോക്കൂ കുട്ടികളെ, BSF എന്ന ഫോഴ്സിലേക്ക് വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 302 ആണ്, എന്നാൽ ഇപ്പോൾ വേക്കൻസി ഇൻക്രീസ് ആയിട്ട് 469 വേക്കൻസി ആയിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ SSB എന്നൊരു ഫോഴ്സിലേക്കും വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 5 ആയിരുന്നു വേക്കൻസി, പക്ഷേ വേക്കൻസി ഇൻക്രീസ് ആയിട്ട് 74 ആയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇനിയും ചിലപ്പോൾ വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. ചില ടൈമിൽ 2 തവണയൊക്കെ വേക്കൻസി ഇൻക്രീസ് ആകാറുണ്ട്. ഇപ്പോൾ ഒരു തവണയാണ് നിങ്ങളുടെ വേക്കൻസി ഇൻക്രീസ് ആയിരിക്കുന്നത്. ബെറ്റർ ഓപ്ഷനാണ്. നല്ലപോലെ നിങ്ങൾ ഫിസിക്കലിന് തയ്യാറെടുക്കുക, നല്ലപോലെ നിങ്ങൾ ഓരോ സ്റ്റേജും അറ്റൻഡ് ചെയ്യുക. ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. HCM അതുപോലെ തന്നെ ASA എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ പോസ്റ്റാണ്, ഓഫീസ് ജോബാണ് വരുന്നത്. കിട്ടിയ ചാൻസ് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഞാൻ പറയുന്നത്, അതായത് PST ആൻഡ് PET. ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതായിരിക്കും. നിങ്ങളുടെ സ്റ്റേജ് 1 അതായത് ഫസ്റ്റ് ഫേസിലെ ഫസ്റ്റ് ഈവൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതായത് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തിരിക്കണം നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഹൈറ്റ്. ഇതിൽ കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അഡ്മിറ്റ് കാർഡ് ലഭിച്ച എല്ലാ കുട്ടികളും ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹൈറ്റ് ഉണ്ടോ അതോ ഇല്ലയോ എന്ന്. മെയിൽ കാൻഡിഡേറ്റിന് വേണ്ട ഹൈറ്റ് ആണ് 165 സെൻറ്റിമീറ്റർ, ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം മിനിമം. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 82 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ് SC ആൻഡ് STയുടേത്. അതുപോലെ തന്നെ ആൾ മെയിൽ കാൻഡിഡേറ്റ് ബിലോങ്സ് ടു ST കാറ്റഗറിയിലുള്ള ആൺകുട്ടികൾക്ക് 162.5 സെൻറ്റിമീറ്റർ മതി. 76 ചെസ്റ്റ്, 81 വിത്ത് എക്സ്പാൻഷൻ ആണ് 81 സെൻറ്റിമീറ്റർ വേണ്ടുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റിന് വേണ്ട ഹൈറ്റ് ആണ് 155 സെൻറ്റിമീറ്റർ. ഫീമെയിൽ കാൻഡിഡേറ്റ് ST ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 150 സെൻറ്റിമീറ്റർ മാത്രം ഹൈറ്റ് മതി. അപ്പോൾ PSTയുടെ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ അറിയേണ്ടതാണ് വെയിറ്റിനെ കുറിച്ചിട്ട്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് എത്രയാണോ നിങ്ങളുടെ വെയിറ്റ് അത്രയും മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് PDF, അതായത് ഏജും ഹൈറ്റുമായിട്ട് ഒരു അപ്രോക്സിമേറ്റ് വെയിറ്റ് ചാർട്ട് ഉണ്ട്. ആ വെയിറ്റ് ചാർട്ടിനുള്ളിൽ നിങ്ങളുടെ വെയിറ്റ് ആയിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, ഓവർ വെയിറ്റ് കാറ്റഗറിയിലായിരിക്കും പെടുന്നത്. ഓവർ വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവും, അതുപോലെ തന്നെ അണ്ടർ വെയിറ്റ് ആണെങ്കിൽ നിങ്ങൾ അൺഫിറ്റ് ആവുന്നതായിരിക്കും. ആ വെയിറ്റ് ചാർട്ട് നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേരാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്ന് നിങ്ങളൊന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യുക. ആദ്യം വരുന്ന ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇവിടെ ഇതോടൊപ്പം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓവർ, അണ്ടർ വെയിറ്റ്,
വിൽ ബി ഡിസ്ക്വാളിഫിക്കേഷൻ അറ്റ് ദ സ്റ്റേജ് ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾ ഓവർ വെയിറ്റ് ആണോ അതുപോലെ തന്നെ അണ്ടർ വെയിറ്റ് ആണോ എന്ന്. ഇനി അറിയേണ്ടതാണ് PET. ഇതിനുശേഷം അതായത് PST കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് ആണ്. PETക്കകത്ത് വരുന്ന ഇവന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൽ കാൻഡിഡേറ്റിന് വരുന്ന 1.6 കിലോമീറ്റർ റണ്ണിംഗ് 6 മിനിറ്റ് 30 സെക്കൻഡ് ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റിന് 800 മീറ്റർ റണ്ണിംഗ് ആണ് 4 മിനിറ്റ് 45 സെക്കൻഡ് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ അറിയേണ്ട ഫൈനൽ പോയിന്റ് ആണ് മോഡ് ഓഫ് സെലക്ഷൻ. അതായത് എന്താണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്, അതാണോ കൂടുതലും കുട്ടികൾക്ക് അറിഞ്ഞുകൂടാത്തത്. അഡ്മിറ്റ് കാർഡ് ലഭിച്ചപ്പോൾ എല്ലാ കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് ഓൺലി ഫിസിക്കൽ മാത്രം പാസ്സായാൽ മതി ജോലി കിട്ടുമെന്ന്. നോ, സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് ജോബിനെ തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നോക്കണം. അതിനകത്ത് ഏതെങ്കിലും സ്റ്റേജിൽ നിങ്ങൾ വീക്കാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. ഇവിടെ നോക്കൂ കുട്ടികളെ, നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഫസ്റ്റ് ആണ് PST, നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്യും. അതിനുശേഷം PET അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് 1.6 കിലോമീറ്റർ 800 മീറ്റർ. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ റിട്ടേൺ എക്സാം ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. റിട്ടേൺ എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് ആണ് അവിടെ വരുന്നത്. ആ സ്കിൽ ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. കൂടുതലും കുട്ടികളും ഫെയിൽ ആവുന്നത് ഈ സ്കിൽ ടെസ്റ്റിലാണ്. അതുകൊണ്ട് BSF HCM ആൻഡ് ASA പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികൾ ഉടനെ തന്നെ നിങ്ങൾ ഏതിനാണോ അപ്ലൈ ചെയ്ത് അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക. HCM എങ്കിൽ HCM, ASA എങ്കിൽ ASI. ഇതിൻ്റെ രണ്ടിൻ്റെയും ടൈപ്പിംഗ് സ്കിൽ ഡിഫറൻ്റ് ആണ്. അത് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. ക്ലിയർ? അതിനുശേഷം നെക്സ്റ്റ് വരുന്നതാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഫൈനലി വരുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ. DME എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ. RME എന്ന് പറഞ്ഞാൽ റീമെഡിക്കൽ ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളും ഓരോ സ്റ്റേജ് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുക, ഓരോന്നും ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മെഡിക്കലിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, PET PST നിങ്ങൾ ക്വാളിഫൈ ആവുന്നുണ്ടോ, റിട്ടേൺ എക്സാമിന് നിങ്ങൾ നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടോ, സ്കിൽ ടെസ്റ്റ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകുക. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയാൽ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.